നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ഫിഫ ലോകകപ്പിലേക്ക് പോകണം. കാരണം 981 ദിവസങ്ങൾക്ക് ശേഷം സുൽത്താൻ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വന്ന ദിവസവും കൂടിയാണ്. സ്കോട്ട്ലൻഡ് വേഴ്സസ് ബ്രസീൽ അങ്ങനെ 3-0 ബ്രസീൽ ജയിക്കുമ്പോൾ കാനറികൾ അങ്ങനെ നോക്കൌട്ടിലേക്ക് കടക്കുകയാണെന്നതും കൂടി ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ തുടർച്ചയായ 6ാമത്തെ തവണയാണ് നോക്കൌട്ടിലേക്ക് ബ്രസീൽ എത്തുന്നതും ചെയ്തത്. അങ്ങനെ വിനീഷ്യസ് ജൂനിയർ തുടർച്ചയായി 3ാമത്തെ വട്ടവും മാൻ ഓഫ് ദ മാച്ച് നേടുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബ്രസീൽ ആരാധകർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നെയ്മറിന്റെ വരവ് തന്നെയാണ്. കാരണം തുടക്കത്തിൽ തന്നെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷ 75ാമത്തെ മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ബ്രസീൽ ആരാധകർക്ക് സാക്ഷാൽ നെയ്മറിനെ ഒന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കാണാനും ഇത്രയും ദിവസത്തെ ആ ഗ്രൗണ്ടിൽ ഇല്ലായ്മയെ ഒരു തരണം ചെയ്തെടുക്കാനും വേണ്ടിയിട്ടൊക്കെയായി. അതാണ് ഫിഫ ലോകകപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ സുനാമി മുന്നറിയിപ്പുണ്ട് എന്നതാണ്. കേരളത്തിലേക്ക് നോക്കുമ്പോഴേക്കും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ലബ് ഹൌസിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. തലക്കെട്ടുകൾ നോക്കാം. വെനസ്വേലയെ വിറപ്പിച്ച 1 മിനിറ്റിൽ 2 ഉഗ്രഭൂചലനങ്ങൾ, 10,000-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. സുനാമി മുന്നറിയിപ്പ്. പ്രഭവ കേന്ദ്രം കാരക്കാസിൽ നിന്ന് 250 കിലോമീറ്റർ പടിഞ്ഞാറ്. റിക്ടർ സ്കെയിലിൽ 7.2 മുതൽ 7.5 വരെ തീവ്രത. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് മുതൽ ക്ലിഫ് ഹൌസിൽ. രാവിലെ താമസം മാറി. കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞു. അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിൽ താമസത്തിനെത്തും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഇ.ഡി. തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. മാസപ്പടി കേസിൽ ഇത് 2ാം ചോദ്യം ചെയ്യൽ. ലോക്കർ വിവരങ്ങളും SFIO പ്രോസിക്യൂഷൻ റിപ്പോർട്ടും സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയും. SFIOയിൽ നിന്ന് ഇ.ഡിക്ക് ലഭിച്ചത് 134 നിർണായക രേഖകൾ. വീണയ്ക്ക് കുരുക്കുമുറുകുമെന്ന് സൂചന. ഇടവേളയ്ക്ക് ശേഷം UDF തുടക്കമിട്ട മലപ്പുറം വിഭജനവാദം ഏറ്റുപിടിച്ച് സമസ്ത. ജില്ലാ വിഭജനം അനിവാര്യമെന്ന് SYS. ജനസംഖ്യാനുപാതികമായി വിഭജനം വേണമെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ ന്യൂസ് 18നോട്. നടപടിക്രമങ്ങൾ സർക്കാർ കമ്മീഷന് തീരുമാനിക്കാം. സമസ്ത നിലപാട് ജില്ലാ വിഭജനത്തിന് നിർണായകം. ജില്ലാ വിഭജനത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുമ്പോൾ PM ശ്രീയിൽ ശക്തമായ താക്കീതുമായി സമസ്ത നിലപാട്. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം പറ്റില്ല. മന്ത്രിസഭ ഉപസമിതി വേണ്ടത് തീരുമാനിക്കട്ടെ എന്നും പ്രതികരണം. മാസങ്ങളായിട്ടും തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ പുനർനിർമ്മാണം പാതി വഴിയിൽ. സൗന്ദര്യവൽക്കരണവും വൈകുന്നു. സന്ദർശകർ എത്തുന്നില്ല. വേനലവധി തീരത്തെ കച്ചവടക്കാരുടെ വയറ്റ് തടിച്ചു. ഓണത്തിനെങ്കിലും നല്ല കച്ചവടം സ്വപ്നം. പണി തുടങ്ങിയപ്പോൾ പറഞ്ഞത് 3 മാസം കൊണ്ട് തീർക്കുമെന്ന്. കോടികൾ കടലിലൊഴുക്കിയത് മാത്രം മിച്ചം. റബ്ബറിന്റെ നാട്ടിൽ നിന്ന് റബ്ബർ ബോർഡ് ചെയർമാനായി N. ഹരി എത്തുമ്പോൾ കർഷകർക്ക് പ്രതീക്ഷകൾ. കേന്ദ്ര റബ്ബർ ബിൽ ഭേദഗതി വരുമ്പോൾ വിലയിൽ അടക്കം ഇടപെടുമെന്ന് ഹരി ന്യൂസ് 18നോട്. റബ്ബർ മേഖലയെ പുനരുദ്ധീകരിക്കും. സർക്കാരിനോട് സഹായം ചോദിക്കും. കേരളത്തിന് പുറത്തും ഹിറ്റായി KSRTC സ്ത്രീ സൗജന്യ യാത്രാ വണ്ടി പ്രിയദർശിനി. വണ്ടി നിറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള തോട്ടം തൊഴിലാളികൾ. സ്വകാര്യ ടെമ്പോകളെ പൂർണ്ണമായി അവഗണിച്ച് സ്ത്രീ തൊഴിലാളികൾ. യാത്ര സൗജന്യമായതോടെ കൂടുതൽ തൊഴിലാളികൾ വരുമെന്ന പ്രതീക്ഷയിൽ തോട്ടമുടമകൾ. ഇറാനെ വരുതിക്ക് നിർത്തിയെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ സമാധാനത്തിന് പുതിയ രൂപരേഖയായി. സമാധാന ശ്രമങ്ങൾ തുടർന്ന് ഖത്തർ. ഹോർമുസിൽ ടോൾ ഉണ്ടാകില്ലെന്ന് ട്രംപിന്റെ വാദം ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. സുഗമമായ ടാങ്കർ ഗതാഗതത്തിന് ഗൾഫിന്റെ ആകെ പിന്തുണ തേടി. യുദ്ധം തുടങ്ങിയപ്പോൾ കുതിച്ച ക്രൂഡ് ഓയിൽ വില 75-ൽ താഴെയെത്തി. ലോകകപ്പിൽ ത്രസിപ്പിക്കുന്ന ജയത്തോടെ ബ്രസീൽ നോക്കൌട്ടിൽ. സ്കോട്ട്ലൻഡിനെ തകർത്തത് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക്. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ. ഹെയ്ത്തിയെ 4-2 തോൽപ്പിച്ച് മൊറോക്കോ. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡും കാനഡയും നോക്കൌട്ട്.
അങ്ങനെ 37 ദിവസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരികയാണ്, തിരിച്ച് ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് വാർത്ത. ക്ലിഫ് ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുടുംബസമേതം രാവിലെ തന്നെ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് താമസം മാറി ക്ലിഫ് ഹൗസിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. വളരെ ലളിതമായ ഒരു ചടങ്ങ്, പാലുകാച്ചൽ ചടങ്ങൊക്കെ ആയിട്ടാണ് കാണുന്നത്. രാവിലെയാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്നും മാറിയതിന് അധികാരമേറ്റ ഒരു മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗികമായ വസതി കന്റോൺമെന്റ് ഹൗസിൽ ആണ് മുഖ്യമന്ത്രിയുടെ താമസം എന്നതും കൂടിയുണ്ട്. പിണറായി വിജയന്റെ നീരസവും കൂടി ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ. എത്രയും പെട്ടെന്ന് കന്റോൺമെന്റ് ഹൗസ് മാറണം എന്നത് സംബന്ധിച്ച് ഒരു നീരസവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബഡ്ജറ്റ് വരെ കഴിഞ്ഞു. 19-ാം തീയതിയായിരുന്നു ബഡ്ജറ്റ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി എന്നെ തിരിച്ച് ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. വളരെ ലളിതമായ ചടങ്ങാണ് എന്നതും കൂടി മനസ്സിലാക്കുന്നു. വലിയ ആളും ബഹളവും ഒന്നും തന്നെ ഇല്ല. അവിടെ നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനും ഉണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു നീക്കം വളരെ ലളിതമായ ചടങ്ങായിട്ട് തന്നെയാണ് മാറുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ഏകദേശം 37 ദിവസങ്ങൾക്ക് ശേഷമാണ് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാറുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടി ചേരുന്നുണ്ട്. 6:45 മുഖ്യമന്ത്രി 6:45 മുഖ്യമന്ത്രി കുടുംബസമേതം ക്ലിഫ് ഹൗസിലേക്ക് മാറി. നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിലവിൽ വാടക വീട്ടിലാണ് കഴിയുന്നത്. മകൾ വീണ വിജയനും ഒപ്പമാണ് താമസിക്കുന്നത്. ആ ഒരു സ്ഥിതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ കന്റോൺമെന്റ് ഹൗസ് ഒഴിയുന്നതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറും എന്നതും കൂടി പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലേക്കും മാറുകയും ചെയ്യും. അതാണ് അങ്ങനെ. ഡാൻ കുര്യനുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, വളരെ ലളിതമായ ചടങ്ങ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് എന്താണ് വേറെ കാഴ്ചകൾ? പാലുകാച്ചൽ കഴിഞ്ഞോ? മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒരു മാസം പിന്നിട്ടിട്ടും കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരുന്നില്ല. ഇവിടെ ചില അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയാക്കാൻ വൈകിയതിനെ തുടർന്നാണ് താമസം മാറുന്ന കാര്യത്തിലും ഒരു കാലതാമസം നേരിട്ടത്. അതിനൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്കാർക്കും അകത്തേക്ക് പ്രവേശനമില്ല. പുറത്തു തന്നെയാണ് മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നത്. അകത്തേക്ക് കയറ്റിവിടാനുള്ള സാധ്യത ഒട്ടും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും അവിടെ പാലുകാച്ചൽ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ PRD വഴി മാധ്യമങ്ങൾക്ക് എത്തിക്കും. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഏത് തരത്തിലുള്ള അറ്റകുറ്റപ്പണികളാണ് അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരും. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സുഗമമായി മാധ്യമങ്ങൾ ഈ ക്ലിഫ് ഹൗസിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ അവിടെയും ഒരു സാധാരണ വാർത്താ ഇടം പോലെ എത്തുകയും ഒക്കെ ചെയ്തിരുന്ന കാലം. അതിനുശേഷം 10 വർഷത്തോളം ക്ലിഫ് ഹൗസിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് തന്നെ തുടരുന്ന സാഹചര്യം. അതാണ് എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. ഇനി കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ പൂർത്തിയാക്കി വൈകാതെ താമസം മാറ്റും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ മെയ് 18 വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ തന്നെ ചെയ്തത്. മെയ് 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിയുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ മെയ് 18 നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് ഇപ്പോൾ ജൂൺ 25 എത്തി നിൽക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 37 ദിവസങ്ങൾക്ക് ശേഷമാണ് വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നത്. വലിയ ചെലവഴിച്ച് മോടി പിടിപ്പിച്ച് ക്ലിഫ് ഹൗസ് മോടിപ്പിക്കേണ്ടതില്ല, വലിയ തുകയൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഡാൻ, ആ രീതിയിലേക്ക് മാറുമോ? വലിയ ചെലവൊന്നും വേണ്ട എന്നുള്ളതാണോ മുഖ്യമന്ത്രിയുടെ നിലപാട്? 2 മാധ്യമപ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് കഴിഞ്ഞ 10 വർഷവും ഇല്ലായിരുന്നു, അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശനായി മാറുമ്പോഴും അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലേ?
നടന്നിട്ടില്ലെങ്കിലും ഒരു മാസം കാലതാമസം ഉണ്ടാകാൻ മാത്രമുള്ള എന്ത് അറ്റകുറ്റപ്പണിയാണ് അതിനകത്ത് നടന്നത് എന്നൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെ ഒരു ആകാംക്ഷ ഉയരും. അത് സ്വാഭാവികമാണ്. കാരണം ഇത്രയധികം കാലതാമസം മുഖ്യമന്ത്രി അധികാരമേറ്റ് ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറാൻ ഇത്രയധികം കാലതാമസം നേരത്തെ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സമീപകാലത്തൊന്നും. എന്തായാലും ചില അറ്റകുറ്റപ്പണികൾ അവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം അതിനകത്ത് പ്രത്യേകം ഒരു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് നിർമ്മിച്ച പല കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് വാർത്തകളൊക്കെ വന്നതാണ്. അതിനുശേഷം ആണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ക്ലിഫ് ഹൗസിൽ ചില മോടി പിടിപ്പിക്കലുകളൊക്കെ നടന്നു. വലിയ പണം ചെലവഴിച്ചൊന്നുമല്ല എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഒരു മാസത്തെ കാലതാമസത്തിന് ഒടുവിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി കന്റോൺമെന്റ് ഹൌസിലേക്ക് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഔദ്യോഗികമായി അദ്ദേഹത്തിനും താമസം മാറേണ്ടതുണ്ട്. അവിടെയും ചില അറ്റകുറ്റപ്പണികൾ ബാക്കിയാകുന്നുണ്ട്. അത് പൂർത്തിയായ ശേഷമേ അദ്ദേഹം അവിടേക്ക് എത്തുകയുള്ളൂ. എന്തായാലും 6:45 വി ഡി സതീശൻ കുടുംബസമേതം അദ്ദേഹത്തിന്റെ പുതിയ ഔദ്യോഗിക താമസ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഭാര്യയൊപ്പം ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുഹമ്മദ് ഷിയാസ് എറണാകുളം MLA അദ്ദേഹവും ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട് വി ഡി സതീശനെ നേരിൽ കാണുന്നതിന് വേണ്ടി. അങ്ങനെയാണ് കാര്യങ്ങൾ. മറ്റ് ചടങ്ങുകളൊന്നും പുറത്തില്ല. അകത്ത് പാലുകാച്ചൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറുന്നു. വളരെ ലളിതമായ ചടങ്ങ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഏകദേശം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അടുത്തിടെ ഒന്നും തന്നെ ഇത്രയധികം കാലതാമസത്തോടുകൂടി ക്ലിഫ് ഹൌസിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാറുന്നത്. ഏകദേശം 6:45 മുഖ്യമന്ത്രി കുടുംബസമേതം തന്നെ ക്ലിഫ് ഹൌസിലേക്ക് എത്തിയത് എന്നത് മനസ്സിലാകുന്നു. അവിടെയും മാധ്യമങ്ങൾക്ക് പ്രവേശനം ഇല്ല. പക്ഷേ ഇത്രയും ദിവസം എന്താണ് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൗതുകം ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ട്. ആ കൗതുകത്തിലേക്ക് തന്നെയായിരിക്കും ഇനി നീങ്ങുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ PRDയുടെ വഴി എന്തായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ എന്തായിരിക്കും കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഡാനാണ് വിശദാംശങ്ങൾ നൽകിയത്. പക്ഷേ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. വെനസ്വേലയിലേക്കാണ്. വെനസ്വേലയിൽ വ്യാപകമായ നാശം വിതച്ചുകൊണ്ട് വൻ ഭൂചലനം സംഭവിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. 10,000 മുതൽ 1,00,000 പേർ വരെ മരിച്ചിട്ടുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. വിവിധ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വി വിനോദാണ് വിശദാംശങ്ങൾ. വിനോദ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ ആദ്യം മനസ്സിലായത് 10,000-ഓളം മരണം എന്നുള്ളതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളതും, നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പോലും സുനാമി മുന്നറിയിപ്പും കൂടി വരുന്ന സാഹചര്യത്തിൽ നിലവിൽ എത്ര തവണയാണ്, ഇപ്പൊ 2 തവണയാണ് ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നത്. നിലവിൽ ശാന്തമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോഴും ഭൂചലനത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 2 തുടർ ചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. 7.2, 7.5 ഈ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കണക്കുകളും പുറത്തു വരുന്നില്ല. അവിടുത്തെ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പൂർണ്ണമായ ചിത്രം പുറത്തു വരേണ്ടതുണ്ട്. ഏതാണ്ട് 10,000 മുതൽ 1,00,000 പേർ വരെ മരിച്ചിട്ടുണ്ടാകാം എന്ന പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ഒഴിച്ച് മറ്റ് ഔദ്യോഗികമായ കണക്കുകൾ വന്നിട്ടില്ല. US-ന്റെ ജിയോളജിക്കൽ സർവേ അവരുടെ ഒരു അറിയിപ്പ് പ്രകാരമാണ് ഇത്തരമൊരു വലിയ ദുരന്തം, ഒരു മഹാദുരന്തം എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയേക്കാം എന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പകൽ സമയമായിരുന്നില്ല ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തീവ്രത എത്രമാത്രമുണ്ട്, അത് എത്രമാത്രം മനുഷ്യരെ ബാധിച്ചു, മറ്റ് സ്വത്തുവകകളെ ബാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സുനാമി മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പ്യൂർട്ടോറിക്കോയ്ക്കും വിർജിൻ ദ്വീപുകൾക്കുമാണ് US ഇപ്പോൾ ഒരു ഇങ്ങനെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാരക്കാസിന് സമീപമുള്ള അൽത്തമിറ, സാൻ ബാർഡിനോ തുടങ്ങിയ പ്രദേശങ്ങളിലും പ്രകമ്പനമുണ്ടായി. അവിടെയും ധാരാളം വീടുകൾ തകരുന്ന നിലയുണ്ടായി. ഇങ്ങനെ വലിയൊരു ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ജനങ്ങൾ ഈ ഭൂചലനം ഉണ്ടായതോടുകൂടി തന്നെ വീടുകളിൽ നിന്ന് തെരുവുകളിലേക്ക് ഓടി മാറുന്ന സാഹചര്യമായിരുന്നു. അവർ പ്രാണരക്ഷാർത്ഥം അങ്ങനെ പുറത്തേക്ക് ഓടുന്ന സാഹചര്യം തുടരെ ഉള്ള ചലനങ്ങളായതുകൊണ്ട് തന്നെ വലിയ ആഘാതം
ഈ പ്രദേശങ്ങൾക്ക് നേരിടേണ്ടിയും വന്നു. ആശുപത്രികളിലൊക്കെ തന്നെ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അടിയന്തര രക്ഷാപ്രവർത്തനം നടക്കുന്നു. നമുക്കറിയാം വെനസ്വേലയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ മർഡോ അമേരിക്ക കീഴ്പ്പെടുത്തുകയും അവരുടെ പ്രസിഡന്റിനെ അമേരിക്ക കീഴ്പ്പെടുത്തുകയും പിന്നീട് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം വെനസ്വേലയിൽ നിലനിൽക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ US-നാണ് അവിടെ വലിയ ആധിപത്യമുള്ളത്. അമേരിക്ക ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ആഴ്ചകൾക്ക് മുൻപാണ് ഫിലിപ്പീൻസിൽ ഇങ്ങനെ ഭൂചലനം ഉണ്ടായത്. അതിനു മുൻപും വിവിധ പ്രദേശങ്ങളിൽ, ഇന്തോനേഷ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് വന്നതും ഒക്കെ തന്നെ നമ്മൾ ലൈവായി ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒരുപക്ഷെ വെനസ്വേലയിൽ അത്ര കണ്ട് അങ്ങനെ അപകടകരമായ രീതിയിൽ വലിയ ഭൂചലനങ്ങൾ നേരത്തെ തുടരെ ഉണ്ടാകാറില്ലെങ്കിലും ഇപ്പോഴത്തേത് വലിയൊരു ഭൂചലനം തന്നെയാണ്. അവിടെ ഉണ്ടായ നാശനഷ്ടത്തെക്കുറിച്ചുള്ള കണക്കുകളിലാണ് വലിയ അവ്യക്തത നിലനിൽക്കുന്നത്. എത്ര പേർ മരിച്ചു, എത്ര പേർ മണ്ണിനടിയിലുണ്ട്, അവരുടെ സംഖ്യ എത്ര എന്നത് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായൊരു വിവരം പുറത്തു വന്നിട്ടില്ല. ഹരി. യെസ്, അതാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ തന്നെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് വെനസ്വേലയിൽ സംഭവിച്ചിരിക്കുന്നത്. വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ അടിക്കടി അങ്ങനെ സംഭവിക്കുന്ന സ്ഥലമൊന്നുമല്ല, പ്രദേശമേ അല്ല കാരക്കാസൊക്കെ തന്നെ. പക്ഷെ അങ്ങനെ അവിടെ ഒരു ഭൂചലനം സംഭവിക്കുമ്പോൾ അതിൽ ഇനിയും പുറത്തു വരേണ്ടത് കണക്കുകളാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണിയോടുകൂടി, ലോക്കൽ ടൈം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. തെരുവുകളിൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടുകയും ഒളിക്കുകയും സ്വന്തം പെറ്റ്സിനെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും കൂടെ ഉണ്ടവരെ കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ വളരെ ഭീകരമായ ദൃശ്യം ഒക്കെ തന്നെയാണ് വരികയും ചെയ്തത്. എന്തായാലും അവിടെയുള്ള പ്രദേശവാസികൾ പലരും പറയുമ്പോൾ പോലും പലരും പ്രാണരക്ഷാർത്ഥം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കെട്ടിടങ്ങളിലുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പലർക്കും പറ്റി. എന്നാൽ പക്ഷേ ഏറ്റവും ഉയർന്ന ചോദ്യം, വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം, ഈ കെട്ടിടങ്ങളുടെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. കാരണം അത്രയും ശക്തമായ ഭൂചലനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര പേരാണ് ഇതിന് കുടുങ്ങിക്കിടക്കുന്നതെന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. വിനോദ്, അത് തന്നെയാണല്ലോ വെനസ്വേലയിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഭൂചലനങ്ങളൊന്നും സംഭവിക്കുന്ന സ്ഥലമല്ല. അതൊരു അൺയൂഷ്വൽ രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അപ്പോൾ സംഭവിക്കുമ്പോൾ ഇത്രയും വലിയ തീവ്രതയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ആദ്യത്തെ ചോദ്യം ആണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പുകൾ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ ഭൂചലനം സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ട്? ഇത് തുടരെയുള്ള ചലനങ്ങളായിരുന്നു. മാത്രമല്ല 7-ന് മുകളിലേക്ക് തീവ്രത പോയാൽ നമുക്കറിയാം, 7-ന് മുകളിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും വലിയ അപായങ്ങൾ സംഭവിക്കാറുണ്ട്. വെനസ്വേലയെ സംബന്ധിച്ച് ബഹുനില കെട്ടിടങ്ങളൊക്കെ ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. അതേസമയം നമ്മൾ ജപ്പാൻ പോലുള്ള പ്രദേശങ്ങൾ നോക്കിയാൽ അവിടെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, കാരണം തുടർച്ചയായി ഇങ്ങനെ ഭൂചലനം അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അവിടങ്ങളിലൊക്കെ തന്നെ ഫിലിപ്പീൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ നിർമ്മിതികൾ കുറച്ചുകൂടി ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളായിരിക്കും. പക്ഷേ അങ്ങനെ വലിയ തോതിൽ ഭൂചലനം എപ്പോഴും അനുഭവപ്പെടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ആ തരത്തിലായിരിക്കില്ല അവർ അങ്ങനെ ഒരു അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലൊക്കെ മുൻകൂട്ടിയുള്ള ഒരു നടപടിയായിരിക്കില്ല. മാത്രമല്ല ഈ ഭൂചലനം അങ്ങനെ പ്രതീക്ഷിക്കാത്ത പ്രദേശങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതുമായിരിക്കും. ആ തരത്തിൽ തന്നെയാണ് ഇത്. മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും സുരക്ഷാ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് US-ന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ജിയോളജിക്കൽ സർവേ, അവരുടെ സംവിധാനം ആണ് ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിടുന്നത്. സന്ധ്യ കഴിഞ്ഞതോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. ഇരുട്ട് വീഴുന്നതോടുകൂടി തന്നെ ദുഷ്കരമായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ വളരെ പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇതും ഈ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. എത്ര പേർ മണ്ണിനടിയിലായി അല്ലെങ്കിൽ അപകടപ്പെട്ടു, കൂടുതൽ മണിക്കൂറുകൾ അവർക്കങ്ങനെ അപകടത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് മാറാതെ കഴിയേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ വ്യാപ്തി കൂട്ടുന്നതാണ്. ഏതായിരുന്നാലും 10,000 മുതൽ 1,00,000 പേർ വരെ മരിച്ചിട്ടുണ്ടാകാമെന്ന ചില വിവരങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഈ സുനാമി മുന്നറിയിപ്പ്, അത് മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യമായും അവശേഷിക്കുന്നുണ്ട്. വിർജിൻ ദ്വീപുകൾക്കും പ്യൂട്ടോ റിക്കോയ്ക്കുമൊക്കെയാണ് ഇപ്പോൾ ഈ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അവിടെ മുന്നറിയിപ്പുണ്ട്, അവിടെ നിന്ന് ജനങ്ങളെ പരമാവധി ഒഴിപ്പിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള സംവിധാനങ്ങൾ. മാത്രമല്ല കാരക്കാസിന് സമീപമുള്ള അൽത്തമിറ, സാൻ ബാർഡിനോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ തന്നെ വലിയ മന്ദിരങ്ങളുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടാകുകയും അവിടെ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി ഇനി വരും മണിക്കൂറുകളിലായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ഹരി.
യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇതിന്റെ വ്യാപ്തി എത്രമാത്രമാണ്, 10,000 മുതൽ 1,00,000 പേർ വരെ മരണപ്പെട്ടേക്കാനുള്ള സാഹചര്യം വരുമ്പോൾ തന്നെ ഇതിന്റെ വ്യാപ്തി എത്രമാത്രം ഭീകരതയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ അതിന്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ US-ന്റെ സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമ്പോഴേക്കും വെനസ്വേല കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ടിട്ടുള്ള ഇതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഭൂചലനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതും ഒരു മിനിറ്റിൽ തന്നെ തുടർച്ചയായ 2 വട്ടം, ഒന്ന് 7.1 മറ്റൊന്ന് 7.5 തീവ്രതയിലുമാണ് റിക്ടർ സ്കെയിലിൽ ഈ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനാമി മുന്നറിയിപ്പുള്ള സാധ്യതയും വെനസ്വേലയിൽ നിൽക്കുകയാണ്. ഏതായാലും ശക്തമായ രീതിയിൽ, പ്രത്യേകിച്ച് അവിടെ വൈകുന്നേരമാണ്, ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് അവിടെ ഈ ഭൂചലനം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം രാത്രിയിലാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ ഭീകരത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എത്രമാത്രമാണ് എന്നത് സംബന്ധിച്ചുമുള്ള ഔദ്യോഗികമായി കണക്കുകൾ കിട്ടണം. മരണപ്പെട്ടവരുടെ എണ്ണം കിട്ടേണ്ടതുണ്ട്. പക്ഷേ 10,000 മുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. അത് 1,00,000-ലേക്ക് വരെ നീങ്ങാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്കും കൂടി നീങ്ങുകയാണ്. എന്തായാലും വെനസ്വേല ഒന്ന് ഇരിക്കപ്പോഴേക്കും കണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂചലനമാണ് എന്നതുകൂടി എടുത്തു പറയണം. ഈ സാധാരണ ഈ ഭൂചലനങ്ങൾ വെനസ്വേലയിൽ എത്ര അൺയൂഷ്വലാണ്, അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ, നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും ഉടൻ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. വിനോദ് മറ്റൊരു വാർത്തയിലും വിശദാംശങ്ങൾ നൽകും. അത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നെങ്കിലും കപ്പലുകൾക്ക് വൻ ഭീതിയായി കടൽ മൈനുകൾ. ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിന് 6 മാസത്തെയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ പൂർണ്ണമായി കീഴടങ്ങിയെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റുമാർക്ക് മുന്നിൽ ട്രംപും അവകാശപ്പെട്ടു. എന്നാൽ യുദ്ധം അവസാനിച്ചത് തങ്ങളുടെ രാജ്യത്തെ ജനതയുടെ ഐക്യത്തിന് ഫലമായെന്നാണ് ഇറാന്റെയും അവകാശവാദം. വിനോദ്, ഈ യുദ്ധവും അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടും ട്രംപും ഇറാനും അവരവരുടെ രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ കടൽ മൈനുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് കടൽ മൈനുകൾ നീക്കം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. സാഹചര്യം എന്താണ് നിലവിൽ? ഹോർമൂസ് തുറന്നെങ്കിലും ഇപ്പോഴും ഭീഷണി അവസാനിക്കുന്നില്ല. കാരണം ഇറാൻ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഉപരോധത്തിൻ്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അമേരിക്കൻ സൈന്യം കടന്നു വരാത്ത തരത്തിലുള്ള പ്രതിരോധ മാർഗം എന്ന നിലയിലും ഒക്കെ തന്നെയാണ് മൈനുകൾ സ്ഥാപിച്ചത് കടലിൽ. ഇതിപ്പോൾ വലിയ ഭീഷണിയായിരിക്കുന്നു. ഇറാനാകട്ടെ ഇതിൽ കൃത്യമായ വിവരം നൽകുന്നില്ല. മൈനുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട് പെന്റഗണുമായി അങ്ങനെ സഹകരിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ അമേരിക്കൻ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ഈ മൈനുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായി US സെൻട്രൽ കമാൻഡിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ പൂർണ്ണമായും മൈനുകൾ മാറ്റിയാൽ മാത്രമേ കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയൂ. ആയിരക്കണക്കിന് കപ്പലുകൾ കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഈ മൈൻ ഒരു വലിയ ഭീഷണിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, ഇറാൻ അത് പൂർണ്ണമായി മാറ്റുന്നതിന് ഒരു വൈമനസ്യം കാണിക്കുന്നത് ഇപ്പോഴും സമാധാന കരാർ അതിൻ്റെ അന്തിമമായ രൂപത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു പ്രതിരോധ മാർഗം എന്ന നിലയ്ക്ക് പൂർണ്ണമായി ഈ മൈനുകൾ മാറ്റുന്നതിന് സഹകരിക്കുന്നില്ല എന്നത് അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് കാണണം. കാരണം ഇപ്പോഴും വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നിൽക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു 60 ദിവസത്തെ കാലാവധി നീട്ടി കിട്ടുമ്പോൾ അമേരിക്കയുടെ വിജയമായും ഇറാൻ്റെ വിജയമായും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാരുടെ യോഗത്തിൽ ട്രംപ് തന്നെ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചു. ഇറാൻ പരിപൂർണമായി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി, ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ വിജയമാണ് എന്ന ഒരു നിലയിലായിരുന്നു ട്രംപ് ഏറ്റവും ഒടുവിൽ നിലപാടെടുത്തത്. എന്നാൽ ഇറാൻ്റെ മറുപടി ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നു. അവർ പറയുന്നത് അവരുടെ രാജ്യത്തെ ജനങ്ങൾ ഐക്യത്തോടു കൂടി നിന്നതിൻ്റെ വിജയമായി ഈ സമാധാന കരാറിനെ കാണണം. ഇപ്പോഴുള്ള താൽക്കാലികമായി ഉണ്ടായ 60 ദിവസത്തെ ചർച്ചകൾക്ക് വേണ്ടിയുള്ള കരാറിനെ കാണണം എന്നൊരു അവകാശവാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനവർ പറയുന്നത് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഉണ്ടായിരുന്ന സർക്കാരിനെ മറിച്ചിട്ട് വെനസ്വേലയിലൊക്കെ തന്നെ സൃഷ്ടിച്ചതുപോലൊരു പാവ സർക്കാരിനെ സൃഷ്ടിക്കാനുള്ള US-ൻ്റെ ശ്രമമായിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാൻ പോയില്ല. അവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. ആ ഐക്യത്തിന് മുന്നിൽ അമേരിക്ക അടിയറ പറയുകയായിരുന്നു എന്നൊരു വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും നഷ്ടപരിഹാര തുക ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ വലിയ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികളെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പറയുന്നു. എന്നാൽ അങ്ങനെ പരിശോധന നടത്തുമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക നിൽക്കുന്നത്. മാത്രമല്ല, അമേരിക്ക ചില അയവുകൾ ഇറാനോട് കാണിക്കുന്നു എന്ന പരിഭവത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് തെറ്റി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നെതന്യാഹുവിൻ്റെ വഴിക്കും
ട്രംപിൻ്റെ വഴിക്കുമാണ് പോകുന്നത്. നേരത്തെ ഒരുമിച്ച് യുദ്ധത്തിന് ഇറങ്ങിയ ആളുകളാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ലെബനനെ ആക്രമിക്കുക, സിറിയയെ ആക്രമിക്കുക, യമനെ ആക്രമിക്കുക തുടങ്ങിയ അവർക്ക് മുന്നിലുള്ള പല ലക്ഷ്യങ്ങളുണ്ട്. അതിന് രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. അവരുടെ സുരക്ഷ മുൻനിർത്തി അവരുടെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയാണ് നെതന്യാഹു അങ്ങനെ പോകുന്നത്. കാരണം അവിടെയും തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഒരു ഘട്ടത്തിൽ ട്രംപ് പറയുന്ന തരത്തിൽ പിന്നാക്കം പോയാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് നെതന്യാഹു നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ തട്ടി നിൽക്കുമ്പോഴാണ് ഈ മൈനിൻ്റെ പ്രശ്നം നിൽക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. കാരണം ഏതാണ്ട് 68 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറാനിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. അവർ നേരത്തെ ഈ ഉൽപ്പാദനം യുദ്ധമുണ്ടായി എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഉൽപ്പാദനം അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച എണ്ണയുടെ 80% വിപണി കണ്ടെത്താതെ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ 60 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന വിലയ്ക്ക് അത് വിൽക്കുക എന്നൊരു കാര്യം കൂടി ഇറാൻ്റെ മുമ്പിൽ ഒരു ബാധ്യതയായി നിൽക്കുന്നുണ്ട്. കാരണം ആ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും സംഘർഷത്തിലേക്ക് പോയാൽ അവരുടെ വിപണി സാധ്യത വീണ്ടും അടയുന്ന ഒരു നിലയുണ്ടാകും. അത് ഇറാനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എണ്ണ ഏത് തരത്തിലും വിറ്റ് തീർക്കുക എന്ന ഒരു തീരുമാനം. മാത്രമല്ല ഈ ഒപ്പക്കിൽ നിന്നൊക്കെ പല രാജ്യങ്ങളും പുറത്തേക്ക് ഇറങ്ങുകയും അവരുടെ സ്വന്തം നിലയ്ക്ക് എണ്ണ വിൽക്കാനുള്ള തീരുമാനവുമായി പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് എണ്ണ വിലയിലും കാര്യമായ കുറവുണ്ടാക്കും. മാത്രമല്ല ഇപ്പോൾ ഈ സമാധാനം വന്നതിന് ശേഷം തന്നെ എണ്ണവില ബാരലിന് $74 എന്ന നിലയ്ക്ക് താഴ്ന്നിട്ടുണ്ട്. ഏതാണ്ട് $125 മുകളിലേക്ക് പോയതാണ്. $125-130 മുകളിലേക്ക് പോയതാണ്. നമ്മുടെ രാജ്യത്തും പാചകവാതക സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറിനും ഒക്കെ തന്നെ വില കൂടുന്ന സാഹചര്യമുണ്ടായി. പെട്രോളിനും ഡീസലിനും CNGക്കും വില കൂടുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ തന്നെ ഉള്ളപ്പോഴാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിലയായി $75 എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് അവരുടെ വിപണി തുറന്നു കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും ശ്രമിക്കുന്നു. ഇസ്രായേൽ മാത്രമാണ് തെറ്റി നിൽക്കുന്നത്. എങ്കിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഈ മൈനുകൾ നീക്കുന്നതിൽ ഉൾപ്പെടെ ആ തർക്കങ്ങൾ തുടരുന്നുണ്ട്. ഹരി, മൈനുകൾ നീക്കുന്നതിൽ ഉൾപ്പെടെ തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. വിനോദാണ് വിശദാംശങ്ങൾ വന്നത്. മലപ്പുറം ജില്ലാ വിഭജനം അനിവാര്യമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ. ജനസംഖ്യാനുപാതികമായും ഭൂവിസ്തൃതിക്കനുസരിച്ചും മലപ്പുറം വിഭജിക്കേണ്ടതാണ്. വിഭജനം എങ്ങനെ വേണമെന്ന് സർക്കാർ നിയോഗിക്കുന്ന കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ജില്ലാ വിഭജനം തന്നെയാണ് വേണ്ടത്. ഒരു ജില്ല വിഭജിച്ച് 2 ജില്ലകളാക്കുന്നതിന് പ്രധാനമായും മാനദണ്ഡമാക്കേണ്ടത് ഒരു ക്രൈറ്റീരിയ എല്ലാത്തിനും ഉണ്ടാവും. ഏറ്റവും പ്രധാനമായി ഒന്ന് ജനസംഖ്യ, രണ്ടാമത്തേത് ഭൂവിസ്തൃതി, മൂന്നാമത്തേത് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളുള്ള കമ്പാരിസൺ, താരതമ്യം. ഇത് 3 നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായ കണക്കിലൂടെ നോക്കാൻ കഴിയും. കോട്ടയം ജില്ലയിൽ ഏകദേശം 20 ലക്ഷത്തോളം ആളുകളാണുള്ളത്. അതുപോലെ കൊല്ലം ജില്ലയിൽ 27 ലക്ഷത്തോളം ആളുകളാണുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 12 ലക്ഷത്തോളം ആളുകളാണുള്ളത്. ഈ 3 ജില്ലയിലെ ജനസംഖ്യ കൂട്ടിയാൽ ഏകദേശം മലപ്പുറം ജില്ലയിൽ അത്ര വരും, 50 ലക്ഷത്തിലധികം വരും. അപ്പോൾ 3 ജില്ലയ്ക്ക് ലഭിക്കുന്ന ഫണ്ട് 3 കളക്ടർമാർ നിയന്ത്രിക്കുന്ന ജില്ല, അത് ഒരു ജില്ലയായി ചുരുങ്ങുകയാണ്. അപ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ എപ്പോഴോ മലപ്പുറത്തിന് അവകാശമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഒന്ന് ഭൂവിസ്തൃതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ കണക്കാക്കിയാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോട്ടയം ജില്ലയിൽ 2208 ചതുരശ്ര കിലോമീറ്റർ, കൊല്ലം ജില്ലയിൽ 2491 ഏകദേശം, അതുപോലെ തന്നെ പത്തനംതിട്ട 2642 ചതുരശ്ര കിലോമീറ്റർ. നേരെ വെച്ചാൽ മലപ്പുറം ജില്ല 3550 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ അത്രയും വലിയൊരു ജില്ല വിഭജിക്കേണ്ട ആവശ്യം വളരെ നേരത്തെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ജനസംഖ്യ, ഭൂവിസ്തൃതി. ഇനി മറ്റൊന്ന്, ഇതിൽ തന്നെ മറ്റു ജില്ലകളുടെ താരതമ്യം വന്നു കഴിഞ്ഞു. ക്രൈറ്റീരിയ പറഞ്ഞ 3 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴോ വിഭജിക്കണം. അതുകൊണ്ട് ജില്ലക്ക് ഫണ്ട് നഷ്ടപ്പെടുന്നു, ജില്ലയിലെ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരു ജില്ലക്ക് അനുവദിക്കുന്ന ഓരോ സംഗതികളും 3 ജില്ലകളിലായി വിഭജിച്ച് കിടക്കുന്നത് ഒരു ജില്ലക്ക് മാത്രം ലഭിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അത് തിരുത്തപ്പെടണമെന്നാണ് ശക്തമായി വാദിക്കാനുള്ളത്. വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണത്തിന് സാഹചര്യം ഒരുക്കരുതെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നാണ് അറിയാനാകുന്നത്. ഉപസമിതി സാഹചര്യം പഠിച്ച് വ്യക്തമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ സംസ്ഥാന നിലപാട് പ്രസിഡന്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഉപസമിതിയുണ്ട്. ആ ഉപസമിതി എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് പറയാനുള്ളത്. ഉപസമിതി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണാധികാരത്തിലുള്ള
ഒരു ഡോക്യുമെൻറ്റിലാണ്, ഒരു രേഖയിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും നിയമസഭയിൽ ഇന്ന് പോലും വിശദീകരിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് ഒപ്പിട്ടവർക്ക് ഇതിൻ്റെ ബാധ്യതയുണ്ട്. ഇനി ഈ ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം, നയം എന്താണെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം, ഈ സമിതിക്കും അതുപോലെ ഗവൺമെൻറ്റിനും ഒരു ബാധ്യതയുണ്ട്. കാവ്യവൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പാടില്ല. ഉദാഹരണമായി ഗാന്ധിജിക്ക് പകരം ഗോഡ്സയെ ഉയർത്തിക്കാട്ടുന്ന സമീപനം. അതുപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം, സൗഹാർദ്ദത്തിൻ്റെ ചരിത്രങ്ങൾ ഇതൊക്കെ എടുത്തു നീക്കി വരുന്ന തലമുറയിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള മതേതരത്വ വിരുദ്ധ കാഴ്ചപ്പാട് വളർത്തുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി വന്നാൽ അത് സ്വാഭാവികമായും സൗഹൃദത്തിനെതിരായിരിക്കും, അത് യാഥാർത്ഥ്യങ്ങൾക്കെതിരായിരിക്കും. അതുകൊണ്ട് തന്നെ അതില്ലാത്തൊരവസ്ഥ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ ഉപസമിതി ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്നാണ് നമുക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്. വിദേശ സംഭാവന നിയമത്തിലെ പുതിയ ചട്ട ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് കാത്തലിക് ബിഷപ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യ, CBCIയും നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയും 28-ന് രാജ്യവ്യാപകമായി പ്രാർത്ഥനാ ദിനം ആചരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആശങ്ക അറിയിക്കാൻ അവസരം തേടിയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ശംഖുമുഖം തീരത്ത് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി വൈകുകയാണ്. മെയ്യിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ പ്രവർത്തികൾ പൂർത്തിയാകാത്തത് കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയായി മാറി. ശംഖുമുഖത്തെ പ്രതാപകാലത്തേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള പ്രവൃത്തികളാണ് ഇറിഗേഷൻ വകുപ്പ് ആരംഭിച്ചത്. 14 കോടിയുടെ പദ്ധതി 3 മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നുമെങ്ങും എത്തിയില്ല. ദിവസേന ആയിരക്കണക്കിന് സന്ദർശകർ വന്നിരുന്ന തീരത്തെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങളാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെ ഈ പണി നടന്നതിന് ശേഷം സ്കൂൾ അടച്ചിട്ട് പോലും നമുക്ക് ഒന്നും വിൽക്കാനോ ആഹാരം പോലും ചില ദിവസങ്ങളിൽ കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിപ്പോയി. ഇവിടെ വളരെ മോശമാണ്. ഇപ്പം കച്ചവടങ്ങളൊക്കെ വളരെ മോശമാണ്. തീർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം സ്കൂൾ അടപ്പിനൊക്കെ വല്ലതും കിട്ടിപ്പോയേനെ. ഇപ്പം അതൊന്നുമില്ല. ഇതിപ്പം 3-4 മാസമായി, ഇതുവരെയും തീർന്നിട്ടില്ല. ഇനി 2 മാസം കൂടെ പിടിക്കുമെന്നാണ് പറയുന്നത്. വേനലവധി സമയത്ത് വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവിടുത്തെ കച്ചവടക്കാർ. ഓണത്തിന് മുമ്പെങ്കിലും തീരം തിരിച്ചു വരുമെന്നും അതിലൂടെ കച്ചവടം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ ഉണ്ടായ സമയത്ത് ഒരു പകുതിയോളം പണി തീർത്തായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് കണ്ടിന്യൂ ആയിട്ട് പണി പോയിരുന്നെങ്കിൽ ഇപ്പോൾ പണി തീർന്നേനെ. നമുക്ക് വെക്കേഷൻ തൊട്ട് ഇങ്ങോട്ട് ഒരു കച്ചവടം ഇല്ലാതിരിക്കുകയാണ്. വെക്കേഷൻ എന്നെല്ലാം 10 രൂപ കച്ചവടം നമുക്ക് കിട്ടുന്നതാണ്, അതുപോലും ഇല്ല ഇപ്രാവശ്യം. ഇനിയിപ്പോൾ ഓണം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓണത്തിന് മുമ്പേ പണി തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും കട്ടപ്പുറത്തിരിക്കുകയാണ്. അല്പം വൈകിയാലും പഴയ തീരം തിരിച്ചു കിട്ടിയാൽ മതിയെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുമുണ്ട്. ഇത് വൈകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് വൈകുന്നതല്ലല്ലോ. അത് ഗവൺമെൻറ്റിനൊക്കെ ഓരോ സംവിധാനങ്ങളൊക്കെ ഇല്ലേ. പെട്ടെന്ന് പറയുമ്പോൾ ഒന്നും നടക്കില്ല, ഇതിനൊക്കെ സമയം എടുക്കില്ലേ. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഇതിന് അതിൻ്റേതായുള്ള പല എന്തുമില്ലേ, ടൈം എടുക്കും. പ്രധാനമന്ത്രി പങ്കെടുത്ത നേവിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി തീരത്ത് കൃത്രിമ മണൽപ്പരപ്പ് ഒരുക്കിയത്. അത് വിജയമായതോടെ കൂടുതൽ ഭാഗത്ത് മണൽപ്പരപ്പ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. കടലേറ്റം തടയാനുള്ള നടപടികളും തുടങ്ങി. ഒരു ദിവസത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനാണ് ആളുകൾ ബീച്ചിലോട്ടെത്തുന്നത്. എന്നാൽ ശംഖുമുഖത്തെ അവസ്ഥ ദാരുണമാണ്. 3 മാസം കഴിഞ്ഞിട്ടും 3 മാസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ പണികളൊന്നും അവസാനിക്കാത്തതിൽ ഇവിടത്തെ കച്ചവടക്കാരും സഞ്ചാരികളും ബുദ്ധിമുട്ടുകയാണ്. എത്രയും വേഗം തന്നെ എല്ലാ പണികളും അവസാനിച്ച് സഞ്ചാരികൾക്ക് പഴയ പ്രൗഢിയിൽ തന്നെ ശംഖുമുഖത്തെ നൽകുമെന്ന പ്രതീക്ഷയിലാണ്. ക്യാമറാമാൻ വിനോദിനൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യത്തെ നയപ്രഖ്യാപനത്തിൽ തന്നെ തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ എതിർത്തതിന് പിന്നാലെ കേരളത്തിന് വീണ്ടും തിരിച്ചടി. ദേശീയ ഡാം സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കി. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിഷ്പക്ഷ വിദഗ്ധർ അടങ്ങിയ കമ്മിറ്റിയിൽ നിന്നാണ് കേരള പ്രതിനിധിയായി നിശ്ചയിച്ച TK ശിവരാജനെ ഏകപക്ഷീയമായി നീക്കിയത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 3 പേരിൽ നിന്ന് കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയർ കൂടിയായ ശിവരാജനെ തെരഞ്ഞെടുത്തത് NDSA തന്നെയാണ്. കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയെങ്കിലും തമിഴ്നാട് പ്രതിനിധി സമിതിയിൽ തുടരുകയാണ്. ഈ നടപടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയാകുമെന്ന് സമരസമിതി ചെയർമാൻ ഷാജി P. ജോസഫ് പറഞ്ഞു. ഡാമുകളുടെ എല്ലാം ഏകോപനവും മുഴുവൻ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കീഴിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇരുട്ടടി എന്ന പോലെ നമ്മുടെ അംഗത്തെ മാറ്റുകയും തമിഴ്നാട് എതിർക്കുകയും കേരളം ഈ വിഷയത്തെ നിശബ്ദമായി കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീരത്തുള്ള ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. നമുക്ക് കൈവിട്ട ഈ ഭാഗ്യം നഷ്ടപ്പെടുത്തിയാൽ
ഒരു കാരണവശാലും നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് കരകയറുവാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഖേദകരമാണ്. പ്രതിനിധി മാറുമ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ സംസ്ഥാനത്തെ അറിയിക്കേണ്ടതാണ്. പുതിയ ആളെ നിർദ്ദേശിക്കേണ്ടത് കേരള സർക്കാർ ആയിരുന്നു. എന്നാൽ NDSA തന്നെയാണ് പ്രതിനിധിയെ നിശ്ചയിച്ചത്. മുല്ലപ്പെരിയാറിൽ നിഷ്പക്ഷ വിദഗ്ധർ അടങ്ങിയ സംഘം പരിശോധന നടത്താനിരിക്കെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നടപടി കേരളത്തിന് തിരിച്ചടിയാവുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 ഇടുക്കി. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ രേഖകൾ ഇഡിക്ക് ലഭിച്ചു. 134 രേഖകളാണ് ലഭിച്ചത്. രേഖകൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു. വീണ ടിയെ ഇഡി വീണ്ടും തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. അജ്ഞ രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. അജ്ഞ, 134 രേഖകൾ അത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. SFIOയിൽ നിന്ന് ഇഡിയിലേക്ക് മാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് വീണയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മനസ്സിലാകുന്നു. കുരുക്ക് മുറുകയാണ് വീണയ്ക്ക്. ഒന്നാമത്തെ കാര്യം. 2, വീണയുടെ മൊഴി ആദ്യം 8.5 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു വീണയെ. അവിടെ നിന്നുകൊണ്ട് വീണ്ടും വീണയിലേക്ക് നീങ്ങുമ്പോൾ ഈ മൊഴികൾ താരതമ്യം ചെയ്യുക, അത് തെളിവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് പോകും. കുരുക്ക് വീണ്ടും മുറുകയാണോ വീണയ്ക്ക്? ഹരി, SFIOയുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഇഡിക്ക് ലഭിക്കുന്നത്. 134 രേഖകളാണ്. SFIO ഇതിനകം ഈ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇഡി അന്വേഷണത്തിലേക്ക് വന്നത് തന്നെ. പക്ഷേ SFIOയുടെ ആ കുറ്റപത്രത്തിന്റെ രേഖകൾ ഇഡിക്ക് കൈമാറാൻ കാലതാമസം എടുത്തിരുന്നു. നേരത്തെ ഇഡി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇഡി ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് ഇറങ്ങിയിരുന്ന സാഹചര്യത്തിൽ പോലും ഈ റിപ്പോർട്ടുകളുടെ അഭാവത്തിൽ നേരത്തെ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള സാങ്കേതികമായ തടസ്സമുണ്ടായിരുന്ന സാഹചര്യത്തിലും ആ ഇഡി അന്വേഷണം നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ ഈ SFIOയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഇടങ്ങളിലെ ഇത്തരത്തിലുള്ള അഴിമതികൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായും SFIO അന്വേഷിക്കുന്നത്. അത്തരം ഇടങ്ങളിലെ കുറിച്ചാണ്, അത്തരം ഇടങ്ങളിലെ ട്രാൻസാക്ഷനുകളെ കുറിച്ചാണ്. അങ്ങനെയുള്ള റിപ്പോർട്ടിൽ നിന്നുമാണ് 134 രേഖകൾ SFIO ഇഡിക്ക് കൈമാറിയിരിക്കുന്നത്. ഇഡിക്ക് ആ രേഖകൾ കിട്ടാനുള്ള കാലതാമസം ഒരു വലിയ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇഡി വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും ദീർഘനേരം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനു മുൻപും നമുക്കറിയാം 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിനിടയിലാണ് വീണയെ ആദ്യമായി ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അത് ഔദ്യോഗികമായ ചോദ്യം ചെയ്യലായിരുന്നു. പക്ഷെ അപ്പോഴും വീണയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും മറ്റ് ഡിജിറ്റൽ ഡിവൈസുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നീക്കത്തിലേക്ക് മീഡിയ അന്ന് കടന്നിരുന്നതാണ്. തുടർന്ന് നോട്ടീസ് നൽകുകയും ആദ്യഘട്ടത്തിൽ വീണ അനാരോഗ്യം വ്യക്തമാക്കുകയും പിന്നീട് നിർബന്ധമായും ഹാജരായി പറ്റൂ എന്നുള്ള തരത്തിലേക്കുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വീണയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നതും വീണ എത്തിയതും. അത് വീണ്ടും 29-ാം തീയതി, അതായത് വീണയുടെ മൊഴികളുമായിട്ട് SFIOയുടെ റിപ്പോർട്ട് മറ്റ് രേഖകളൊക്കെ പരിശോധിച്ച ശേഷം വീണ കുറച്ച് രേഖകൾ ഇഡി ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് രേഖകൾ, നിർണായക രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യലുണ്ടാകും 29-ാം തീയതി. എന്തായാലും CMRലുമായി ബന്ധപ്പെട്ടുള്ള എക്സാലോജിക്കിന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്, സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ സേവനം നൽകിയെന്ന വീണ വെർബലി പറയുന്നുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് വീണ ഇഡി അറിയിക്കുന്നുണ്ട്. വീണ ചോദ്യം ചെയ്ത ഇടങ്ങളിലെല്ലാം അത് അറിയിക്കുന്നുണ്ട്. പക്ഷേ 1.5 കോടി രൂപയുടെ അധികമുള്ള ഈ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ, 1.8 കോടി രൂപയുടെ കണ്ടെത്തൽ, ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ, അതേ തുടർന്നാണ് ഈ വലിയ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നതും. അതിൽ 8 ലക്ഷം രൂപയായിരുന്നു മാസപ്പടിയായിട്ട് CMRL എക്സാലോജിക്കിന് നൽകിയത്. 5 ലക്ഷം വീണയ്ക്കും 3 ലക്ഷം കമ്പനിക്കും എന്നുള്ളതാണ്. ഇത് IT സേവനങ്ങൾ നൽകി എന്ന് പറയുന്ന സാഹചര്യത്തിൽ വീണയുടെ കമ്പനി സ്കൂളുകൾക്കും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമൊക്കെ സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണെന്ന് ഇരിക്കെ ഏത് ഇടത്താണ്, ഏത് സാഹചര്യത്തിലാണ് CMRലിന് സേവനം നൽകിയത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് വീണ തെളിയിച്ചേ മതിയാവുകയുള്ളൂ. വീണ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം, അതായത് കോടികളുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ കൃത്യമായ രേഖകൾ അണുവിട തെറ്റാതെ വേണം എന്നുള്ള നിയമം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ വാക്കാൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് വീണ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് പാളിപ്പോകാനുള്ള എല്ലാ സാധ്യതയും. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇഡി നീങ്ങുകയാണെന്നാണ് വാർത്താജ്ഞ വിശദാംശങ്ങൾ നൽകിയത്.
കൊച്ചി മെട്രോയും കേരള ഒളിമ്പിക് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ PT ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. നടൻ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ KOA പ്രസിഡന്റ് സുനിൽകുമാർ V മുഖ്യപ്രഭാഷണം നടത്തി. KOA വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ രഘുചന്ദ്രൻ, സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ദേവി മോഹൻ, സമദ് മങ്കട, സ്കൂൾ പ്രിൻസിപ്പൽ ശൈലജ OR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. യുവതലമുറയിൽ കായികാഭിരുചി വളർത്തുകയും കായിക മേഖലയെ കൂടുതൽ ജനകീയമാക്കുകയുമാണ് ഈ ഫിലിം ഫെസ്റ്റ് ലക്ഷ്യമിടുന്നത്. സിനിമയിലൂടെ കുട്ടികളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് നടൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഈ പരിപാടി കൂടുതൽ ജനകീയമാക്കുകയും ദേശീയ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്ന് PT ഉഷ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പുനൽകി. കേന്ദ്രത്തിൽ റബ്ബർ ബിൽ ഭേദഗതി നിലവിൽ വരുന്നതോടെ വിലയിൽ ഉൾപ്പെടെ ഇടപെടാൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റബ്ബർ ബോർഡ് ചെയർമാൻ N ഹരി. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചന നടത്തി റബ്ബർ മേഖലയുടെ പുനരുദ്ധാരണത്തിന് ശ്രമം നടത്തും. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ കൂടിയാലോചന നടത്തും. മലയാളി എന്ന നിലയിൽ കേരളത്തിലെ റബ്ബർ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും N ഹരി ന്യൂസ് 18നോട് പറഞ്ഞു. മലയാളികളെ സംബന്ധിച്ച് റബ്ബർ ബോർഡിന് ഒരു മലയാളി ചെയർമാൻ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് N ഹരി. വലിയ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും മലയാളികളെ സംബന്ധിച്ച് ഉണ്ടാകും. പ്രതീക്ഷയൊക്കെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം എത്താൻ കഴിയുമെന്നാണോ? എന്താണ്? 100%. എനിക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എന്നെ നിയമിക്കുന്ന സമയത്ത് കേരളത്തിലാണ് 72% നാച്ചുറൽ റബ്ബറിൻ്റെ ഉൽപ്പാദനം. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കുന്നത്. അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എനിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാം. അതിനു വേണ്ടി എന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ടെല്ലാം അതിൻ്റെ ക്രമം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കടമ്പ. അതാണ് ഏറ്റവും ആദ്യത്തെ എൻ്റെ ഒരു ജോലിയായി, എൻ്റെ ഒരു കടമയായി നിർവഹിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് തോട്ടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പലരും പഴക്കൃഷിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു മാറ്റത്തിന്റെ സമയമാണ്. റബ്ബർ കൃഷി കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ അറിയായിരിക്കും അല്ലേ? ഇതിനകം ബോർഡ് മെമ്പറൊക്കെ ആയതുകൊണ്ട് അവിടെ അൺടാപ്ഡ് തോട്ടങ്ങൾ കൂടുതൽ വരുന്നു. ആവർത്തന കൃഷി പുതിയത് കഴിഞ്ഞത് വീണ്ടും അവർ റീപ്ലാന്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയ വിഷയങ്ങളുണ്ട്. അതായത് വലിയ തോട്ടങ്ങളാണ് വെട്ടാണ്. അപ്പോൾ അതിനൊക്കെ അവരെയൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു റബ്ബറിൻ്റെ വില വന്നിട്ടുണ്ട്. പക്ഷെ പലരും എനിക്ക് തോന്നുന്നു അൺടാപ്ഡിൽ ഭൂരിപക്ഷം ആളുകളും സ്ഥലത്തില്ലാത്തവരാണ്. അപ്പോൾ അത് ബോർഡ് RPIസുമായിട്ട് ചേർന്നുകൊണ്ട് പ്രത്യേക അവരിൽ പ്രത്യേക അവരുടെ ഒരു നോട്ടത്തിൽ, റബ്ബർ ബോർഡിൻ്റെ നോട്ടത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ ആവർത്തന കൃഷിക്ക് കേരള സർക്കാരുമായി ചേർന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുകൂടെ ചെയ്തുകൊണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. ഈ പലപ്പോഴും വില ചില സമയങ്ങളിൽ ഇവിടെ കൃഷിയൊന്നും കൃത്യമായിട്ടില്ലാത്ത സമയത്തായിരിക്കും, ടാപ്പിംഗ് ഇല്ലാത്ത സമയത്തായിരിക്കും വില ഉയർന്നു വരാറില്ല. അപ്പോൾ വില ഒരു സ്ഥിരമായി നിലനിർത്താൻ എന്തെങ്കിലും സാധിക്കുമോ? അതിനെന്തെങ്കിലും? അത് സ്വാഭാവികമായി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഈ പഴയ ആക്റ്റാണ് 1947 ആക്റ്റാണ്. പുതിയ റബ്ബർ ബില്ല് വരുന്ന സമയത്ത് നമുക്ക് വിപണിയിൽ ഇടപെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ കർഷകർക്കും ആ വിഷയങ്ങൾ അറിയാം. സ്വാഭാവികമായും അത് ഒരു സ്റ്റഡിയായി ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. കാരണം താങ്ങുവില വെച്ച് അതിൻ്റെ ഒരു ഉദാഹരണമാണ് താങ്ങുവില. അപ്പോൾ ഏത് സർക്കാർ വന്നാലും വെക്കുമ്പോൾ അവർക്ക് അത് അധികം പൈസ കൊടുക്കേണ്ടി വരുന്നില്ല. അതിൻ്റെ പ്രശ്നം തന്നെ ഏകദേശം. പക്ഷെ അവർക്കത് പോരാ. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, എത്തിക്കാൻ ശ്രമിക്കണം. അതാണ് അത് ബോർഡിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലല്ല, വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അത് എത്തിക്കണം എന്നുള്ളതാണ്. അതെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കേര പദ്ധതി പോലുള്ളവ സംസ്ഥാനവുമായി കൂടി ചേർന്ന് പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളുണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ട്. അതിനെന്താണ് ഇനിയുള്ള നടപടി? ഒന്ന്, നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി കാണും. അതിനൊന്നും നമുക്ക് നമ്മുടെ തുറന്ന മനസ്സോടുകൂടി നമ്മുടെ ജില്ലക്കാരനായ മോൻസ് ജോസഫ് ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എപ്പോഴും നമുക്ക് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ കാണാം, ചർച്ച ചെയ്യാം, പരിഹരിക്കാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സർക്കാരുമായി ചേർന്നുകൊണ്ട് അവരുടെ പദ്ധതികളുമായി എന്തൊക്കെയാണോ നമുക്ക് റബ്ബർ കർഷകർക്ക് വില കിട്ടണം. അതിൻ്റെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നുമില്ല, എല്ലാവരുടെ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിന് വില കൂട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് നീങ്ങുകയാണ്. നാലഞ്ചിറ സ്വദേശി തൃശിക്കിന്റെ 3ാം പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി മാമനും മാമിയും ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ തൃശിക്. അഞ്ചലിലെ കൈലാഷിന്റെ 15ാം പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി അച്ഛൻ അനീഷും അമ്മ സിന്ധു ചേരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കൈലാഷ്.
നമ്മൾ രാവിലെയിൽ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ വാർത്തകൾ, പ്രത്യേകിച്ച് ബ്രസീലിലെ വാർത്തകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങൾ അറിയിക്കാനുമായി ഫുട്ഗോളത്തിൽ നിന്നും എൽദോ ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.